നിർമ്മാണത്തിൽ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും പങ്കെന്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന രാഷ്ട്രീയ വിഷയം. നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പങ്ക് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ദേശീയപാത അതോറിറ്റിക്ക് ദേശീയപാത 66 പനവേലിൽ ആരംഭിച്ച് ഇങ്ങ് കേരളത്തിൻ്റെ തീരം കഴിഞ്ഞ് തമിഴ്നാട് കന്യാകുമാരി വരെ പോകുന്ന ദേശീയപാത 66-ൽ ദേശീയപാത അതോറിറ്റിക്ക് കേന്ദ്രത്തിന് ദേശീയപാതകളുടെ ടെൻഡർ ക്ഷണിക്കൽ, കരാറുകാരെ നിശ്ചയിക്കൽ, നിർമ്മാണ പണികൾ പൂർണ്ണമായിട്ടും ആദ്യ അവസാനം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ മുതൽ ഇച്ഛ വരെയും ചെയ്യുക എന്നുള്ളതാണ്. സ്ഥല പരിശോധന കൃത്യമായിട്ട് നടത്തുക, സോയിൽ ടെസ്റ്റിംഗ് ഓരോ സ്ട്രെച്ചിലും കൃത്യമായി നടത്തുക, ഗുണപരിശോധനയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, ഓരോ സ്ഥലത്തെയും സ്ഥല പരിശോധനയും മണ്ണ് പരിശോധനയും നടത്തിയതിനു ശേഷം അടിമണ്ണിന് ബലമുള്ള സ്ഥലങ്ങളിൽ ബലം കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക, എംബാങ്ക്മെൻ്റ് ഉള്ള സ്ഥലങ്ങളിൽ സോയിൽ നീലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ കൃത്യമായി ആഴത്തിൽ ദൃഢപ്പെടുത്തിയതിനു ശേഷം മാത്രം ഈ എംബാങ്ക്മെൻ്റ് നടത്തുക. ഈ കാര്യങ്ങളെല്ലാം വരുന്നത് ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയിലാണ്. ആ അർത്ഥത്തിൽ റോഡിൽ വിള്ളലുണ്ടായാലോ മണ്ണിടിഞ്ഞാലോ അതിൻ്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ്. എന്നാൽ സംസ്ഥാനത്തിന് ഈ പദ്ധതിയിൽ എന്താണ് ക്രെഡിറ്റ് എടുക്കാനുള്ള അവകാശമെന്ന് ചോദിച്ചാൽ, സംസ്ഥാനമാണ് ഈ ഭൂമി ഏകദേശം 567 കിലോമീറ്ററോളം വരുന്ന തലപ്പാടി മുതൽ ഇങ്ങ് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി വരെയുള്ള പ്രദേശങ്ങളിലെ ഭൂമി ഏറ്റെടുക്കൽ നടത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ആ ഭൂമി ഏറ്റെടുക്കാനുള്ള തുകയുടെ 25% 5560 കോടി രൂപ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ തുക ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി കേന്ദ്ര സർക്കാരിലേക്ക് കൊടുത്തു. ആ 25% തുക കേരളത്തിൽ നിന്നാണ് കേന്ദ്രം ഈടാക്കിയിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണം ഇതിലുണ്ടാവുന്നത് ഏകോപനം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവലോകനം നടത്തുക, ഇതിൽ ജോയിന്റ് സൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ടാവുക. ഈ പദ്ധതി തയ്യാറാക്കുന്നതിലോ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ടെൻഡർ ക്ഷണിക്കുന്നതിനോ ടെൻഡറിന് മുമ്പ് DPR തയ്യാറാക്കുന്നതിനോ അതിൽ അലൈൻമെന്റ് ഉണ്ടാക്കുന്നതിനോ ഏതൊക്കെ സ്ഥലങ്ങളിൽ എംബാങ്ക്മെന്റ് വേണം, ഏതൊക്കെ സ്ഥലങ്ങളിൽ വയാഡക്റ്റ് വേണം എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിലോ സംസ്ഥാന സർക്കാരിൻ്റെ PWDക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല. എന്നാൽ ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് ആ പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനുള്ള ഏകോപനം നിർവഹിക്കുക മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുള്ളത്. അത് ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗതാഗത മന്ത്രാലയം KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് ഈ വീഴ്ച സംഭവിച്ചിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. അടിമണ്ണ് ബലപ്പെടുത്തുന്നതിൽ കമ്പനി പരാജയപ്പെട്ടുവെന്നും അത് നേരത്തെ തന്നെ കമ്പനി ചെയ്യേണ്ടതാണെന്നും ഇതിൽ വീഴ്ച വരുത്തിയ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും KNRനെ ഡീബാർ ചെയ്തുകൊണ്ടും ഉത്തരവിറക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. ഇതാണ് ഈ വിഷയത്തിലെ വാസ്തവം.